പ്രതികൂലമായ സാഹചര്യവും പ്രതികൂലമായ കാലാവസ്ഥയും ഒക്കെ ഉണ്ടെങ്കിലും കർത്താവെ, നിന്റെ കരം ഞങ്ങൾക്ക് അനുകൂലമായിരിക്കണമേ എന്ന് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം കർത്താവെ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാള് പരിശുദ്ധ സഭയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പെരുന്നാളാണ്. കല്ലുപ്പാറ ദേശത്തെ സംബന്ധിച്ച് രാജാക്കന്മാരുടെ മണ്ണ്, ദേശാധിപതിമാരുടെ മണ്ണ്, വിശുദ്ധന്മാരായ പിതാക്കന്മാർ ചവിട്ടി നിന്ന മണ്ണ്, അതുപോലെ തന്നെ വിശുദ്ധരായ നമ്മുടെ മാതാപിതാക്കള് ജീവിച്ച മണ്ണ്, അനേകരുടെ കണ്ണുനീര് വീണ് കുതിർന്ന മണ്ണ്, അനേകരുടെ കണ്ണുനീരിന് ഉത്തരവും ആശ്വാസവുമായ മണ്ണ്. ഈ മണ്ണിൽ ജീവിക്കാനും ഈ ദേവാലയത്തോട് ചേർന്നിരിക്കാനും ഒക്കെ ദൈവം നൽകിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാള്, പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാള് നമുക്കറിയാം. പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാളിൻ്റെ ആരാധന ഗീതത്തിനകത്ത് പറയുന്നുണ്ട്, പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പിൻ്റെ സന്ദേശം ലോകത്ത് നാനാഭാഗത്തും ചിതറിയിരിക്കുന്ന എല്ലാ ശിഷ്യന്മാർക്കും അറിവ് ലഭിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ അറിവ് ലഭിച്ചവരായ ശിഷ്യന്മാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും പരിശുദ്ധ അമ്മയുടെ ശയ്യയുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. പരിശുദ്ധ അമ്മ മാർത്തോമാ ശ്ലീഹ ഇന്ത്യയിൽ നിന്ന് ചെല്ലുന്നതിന് മുൻപ് തന്നെ ഈ ലോകവാസം വെടിയുകയാണ്. മാർത്തോമാ ശ്ലീഹ ഓയാറിൽ വെച്ച് പരിശുദ്ധ അമ്മയെ ദൂതന്മാർ വഹിച്ചു കൊണ്ടുപോകുന്നത് കാണുകയാണ്. പരിശുദ്ധ അമ്മയോട്, പരിശുദ്ധ അമ്മയെ തിരികെ ചെല്ലുമ്പോൾ ഞാൻ മാത്രം അമ്മയെ കണ്ടില്ല എന്നുള്ള ദുഃഖം എൻ്റെ സഹോദരങ്ങളുടെ മുൻപിൽ എനിക്ക് ഉണ്ടാകരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ഓയാറിൽ വെച്ച് റൂമാലും ഉത്തരീയവും മാർത്തോമാ ശ്ലീഹായുടെ കൈകൾ ഏൽപ്പിക്കുകയാണ്. തിരിച്ച് അവിടെ ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ദേഹവിയോഗം ശിഷ്യന്മാർ അറിയിച്ചപ്പോൾ നമ്മുടെ പിതാവായ മാർത്തോമ റൂമാലും ഉത്തരീയവും അവരുടെ കൈകളിൽ കാണിച്ചു കൊടുക്കുകയാണ്. അവർ പറയുകയാണ്, ഇത് സാധ്യമല്ല, കാരണം പരിശുദ്ധ അമ്മയുടെ ശവശരീരം ഞങ്ങളാണ് കല്ലറയുടെ അകത്ത് വെച്ചത്. ധൈര്യത്തോടെ മാർത്തോമാ ശ്ലീഹായുടെ നേതൃത്വത്തിൽ പരിശുദ്ധ അമ്മയുടെ കല്ലറ തുറക്കപ്പെടുകയും പരിശുദ്ധ അമ്മയുടെ ശവശരീരം, ആ ഭൗതിക ദേഹം കല്ലറയിലില്ല എന്ന് ശിഷ്യന്മാർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടു ഉറപ്പിക്കുകയും ഓയാറിൽ വെച്ച് ദൂതന്മാർ വഹിച്ചു കൊണ്ടുപോകുന്നത് മാർത്തോമാ ശ്ലീഹ തൻ്റെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണുകയും ചെയ്ത ആ നല്ല വിശ്വാസവും പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയും നമുക്കെല്ലാവർക്കും കോട്ടയായി തീരട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ പരിശുദ്ധ അമ്മയെ സാക്ഷ്യപ്പെട്ടകമെന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ ദിവസത്തെയും മധ്യസ്ഥ പ്രാർത്ഥനയിൽ മനാ നിക്ഷേപിച്ച ചെപ്പും അഹറോന്റെ തളിർത്ത വടിയും നിയമങ്ങളടങ്ങിയ പെട്ടകവും സൂക്ഷിക്കുന്ന ആ ഇസ്രായേൽ ജനത്തിന്റെ സാക്ഷ്യപ്പെട്ടകത്തോടാണ് പരിശുദ്ധ അമ്മയെ പിതാക്കന്മാർ ദൃഷ്ടാന്തമായി നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ 4 സാക്ഷ്യപ്പെട്ടകങ്ങളെ കാണാൻ സാധിക്കും. 4 പെട്ടകങ്ങളെ കാണാൻ സാധിക്കും. ഒന്നാമത്തെ പെട്ടകം മോശക്കുഞ്ഞിനെ വഹിച്ച ഞാങ്ങണ കൊണ്ടുണ്ടാക്കിയ പെട്ടകമാണ്. ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ, ഒരു തലമുറയെ രക്ഷിക്കുവാൻ ദൈവം ഒരു കുഞ്ഞിനെ സംരക്ഷിച്ച ഞാങ്ങണ പെട്ടകം. രണ്ടാമത്തെ പെട്ടകമായി കാണുന്നത് നോഹയുടെ പെട്ടകമാണ്. ഗോഫർ മരം കൊണ്ട് പ്രളയം നിറഞ്ഞു കവിയുന്നതിന് മുൻപ് നോഹേ, നീയും നിന്റെ കുടുംബവും ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കി ഒരു കുടുംബത്തെ സംരക്ഷിച്ച് ലോകത്തിന്റെ മുൻപിൽ കാണിച്ചു കൊടുത്ത ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമതായി നമുക്ക് കാണാം, ഇസ്രായേൽ ജനത്തിനെ സംരക്ഷിക്കുവാൻ ഇസ്രായേലിന്റെ ദൈവം അവരോട് കൂടെയുണ്ട് എന്നുള്ള ഇസ്രായേലിന് ധൈര്യം കൊടുക്കുവാൻ കതിരമരം കൊണ്ട് ഒരു പെട്ടകം, അതാണ് സാക്ഷ്യപ്പെട്ടകം. ആർക്ക് ഓഫ് കവനന്റ്, അതിലാണ് മന്ന നിക്ഷേപിച്ച ചെപ്പും അഹറോന്റെ തളിർത്ത വടിയും നിയമങ്ങൾ അടങ്ങിയ നിയമത്തിന്റെ ഫലകയും സൂക്ഷിച്ചിരുന്നത്. 4ാമത്തെ പെട്ടകമാണ് പരിശുദ്ധ ദൈവമാതാവ്. ദൈവത്തിന്റെ പുത്രനെ വഹിച്ച പെട്ടകമാണ് അമ്മ. ആദ്യത്തെ ഞാങ്ങണപ്പെട്ടകം ഒരു കുഞ്ഞിനെയാണ് രക്ഷിച്ചതെങ്കിൽ 2ാമത്തെ ഗോഫർ മരം കൊണ്ടുള്ള പെട്ടകം ഒരു കുടുംബത്തെയാണ് സംരക്ഷിച്ചത്. 3ാമത്തെ കതിരമരം കൊണ്ടുള്ള പെട്ടകം ഇസ്രായേൽ ജനത്തിനാണ് ധൈര്യം പകർന്നതെങ്കിൽ ലോകത്തെ മുഴുവൻ വഹിക്കുന്ന ദൈവത്തിന്റെ പുത്രനെ വഹിച്ച സാക്ഷ്യ പെട്ടകമാണ് അമ്മ. അതുകൊണ്ടാണ് പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചത്, പരിശുദ്ധ അമ്മ തെയോട്ടോക്കോസ്, ദൈവത്തെ വഹിച്ചവളാണ്, ഗോഡ് ബെയററാണ്. ആ അമ്മ നമ്മളോട് പറയുകയാണ്, ആ ദൈവത്തെ വഹിക്കേണ്ടവരാണ് നമ്മൾ. ആ വഹിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന പദവിയോ തെയോഫോറോസ്, ദൈവത്തിൻ്റെ വാഹകരാകാനാണ് ഓരോ പെരുന്നാളിലും പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് ആത്മീയ സംഘടനകളുടെ ഒരു വാർഷികമായിട്ട് ആചരിക്കുന്ന ഈ സമയത്ത്, ആത്മീക സംഘടനയായിട്ട്
ആരാധനയ്ക്ക് ശേഷമുള്ളൊരു ആരാധനയാണ് ആത്മീയ സംഘടനകളെല്ലാം. അച്ഛൻ്റെ ആമുഖ വാക്കുകളിൽ നമ്മൾ കേട്ടു 10 പ്രാർത്ഥന യോഗങ്ങൾ ഈ പള്ളിക്കുണ്ട് എന്ന്. ഈ 10 പ്രാർത്ഥന യോഗം എന്ന് പറയുമ്പോൾ പള്ളിയുടെ ആളിൻ്റെ വലിപ്പം അനുസരിച്ച് പ്രാർത്ഥന യോഗത്തിൻ്റെ എണ്ണത്തിനും വലിപ്പമുണ്ടാകും. എന്നാൽ ഈ പ്രാർത്ഥന യോഗം, ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി, പ്രാർത്ഥന യോഗം ആദിമസഭയിലും അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മയോട് ചേർന്ന് പോകുകയും അപ്പം നുറുക്കുകയും അവർ ദൈവത്തെ ആരാധിക്കുകയും ചെയ്ത ആ നല്ല ഓർമ്മ അനുഷ്ഠിക്കപ്പെടേണ്ട നമ്മൾ ഓരോരുത്തരും ആരാധനയ്ക്ക് ശേഷം വീണ്ടും ആത്മീയ യോഗമായിട്ട് ചേർന്ന് വരുന്നതാണ് നമ്മുടെ എല്ലാം ആത്മീയ പ്രസ്ഥാനങ്ങൾ. ഈ സന്ധ്യയിൽ വിശുദ്ധ യൂദ എഴുതിയ ലേഖനം ഒറ്റ അധ്യായം മാത്രമാണുള്ളത്. വിശുദ്ധ യൂദ എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം നമ്മളോട് പറയുകയാണ്, നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്കു തന്നെ ആത്മീക വർധനവ് വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായിട്ട് കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീനെന്ന്. ആത്മീക സംഘടനയുടെ ഒരു ഒന്നിച്ചുള്ള കൂട്ടമായതുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോടും പറയുന്നത് ഇങ്ങനെയാണ്, ആകയാൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി 4 കാര്യങ്ങളാണ് നമുക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തുവാൻ. 2 പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ, 3 നിത്യജീവനായിട്ട് കാത്തിരിക്കാൻ, 4 ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇന്ന് ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ ഏത് ദേവാലയത്തിലായിരുന്നാലും, എത്ര വലിയ പേര് കേട്ട തറവാട്ടിലായിരുന്നാലും, പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ കൂട്ടായ്മകളിലെല്ലാം ആത്മീക വർധനവുണ്ടാകുന്നില്ലെങ്കിൽ, ആകയാൽ പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞു നമ്മുടെ വിശ്വാസം അതിപരിശുദ്ധ വിശ്വാസമാണ്. വിശുദ്ധ യൂദ ഈ ലേഖനം എഴുതുവാനുള്ള കാരണം ആദിമസഭയിൽ കർത്താവിൻ്റെ ഉത്ഥാന പെരുന്നാളിന് ശേഷം ശിഷ്യന്മാരെല്ലാം ദേശത്തിൻ്റെ നാനാഭാഗത്തിൽ സഭയായിട്ട് രൂപപ്പെട്ടു. ആ സഭയ്ക്ക് നേതൃത്വം നൽകിയ സമയത്ത് വിശുദ്ധ യൂദായെ ഏൽപ്പിച്ച ജനങ്ങളുടെ ഇടയിലേക്ക് ദുരുപദേശക്കാർ കയറുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ഉപദേശമാണ് വിശുദ്ധ യൂദ തന്നെ ദൈവമേൽപ്പിച്ച ജനത്തിന് കൊടുക്കുന്നത്. എന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങളോ പ്രിയമുള്ളവരെ, നമ്മളോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങളുടെ അതിപരിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. നമ്മളുടെ വിശ്വാസത്തെ വിളിക്കുന്ന പേര് അതിപരിശുദ്ധ വിശ്വാസം. കാലങ്ങളായിട്ട്, തലമുറകളായിട്ട് ഒന്ന് ചേർന്ന് ദൈവത്തെ ആരാധിച്ച് വീണ്ടും ഞായറാഴ്ച ദിവസത്തിൽ വീണ്ടും ഒന്ന് ചേർന്ന് വീടുകളിൽ കൂടിയിരുന്ന് നമ്മൾ ഇന്നും കൂട്ടായ്മ ആചരിക്കുന്നവരാണ്. ഈ കൂട്ടായ്മ കൊണ്ട് പ്രിയമുള്ളവരെ, പുതിയ തലമുറയുടെ മുൻപിൽ എന്തു മാതൃക കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കാറുണ്ട്. പുതിയ തലമുറയുടെ മുൻപിൽ ഈ കൂട്ടായ്മ എന്നാൽ, എനിക്ക് തോന്നുന്നു പ്രാർത്ഥന യോഗത്തിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് കമ്മിറ്റിയിലേക്ക് വരാനുള്ളവരുടെ എണ്ണം കൂടുക എന്നുള്ളതല്ലാതെ ഈ പ്രാർത്ഥന യോഗം കൊണ്ട് എൻ്റെ ജീവിതത്തിന്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ ആത്മീയ വർധനയ്ക്ക് എന്തുണ്ടാകുന്നു എന്ന ആത്മപരിശോധനയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് വന്നിരിക്കും, 2 പാട്ട് പാടും, അതിനുശേഷം പഴയ നിയമവും പുതിയ നിയമവും സങ്കീർത്തനവും അറിയാൻ വയ്യാത്തതും അറിയുന്നതും അർത്ഥം അറിയാത്തതും പതിവ് പോലെ വായിക്കുക. അതിനുശേഷം ആരെങ്കിലും എഴുന്നേറ്റിട്ട്, വല്യച്ഛനോ കൊച്ചച്ഛനോ അല്ലെങ്കിൽ അച്ഛൻ അയക്കുന്ന ആരെങ്കിലും എഴുന്നേറ്റ് തന്നാലാവുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും. ആ സമയം എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ ആരാധനയ്ക്ക് ശേഷം വീണ്ടും ഒരു വീട്ടിലേക്ക് നടന്നു ചെന്നതിന് ശേഷമുള്ള കേൾവിക്കാരുടെ വിശ്രമ സമയമായിട്ട് മാറുകയാണ്. ഞാൻ എൻ്റെ മോനോട് ചോദിക്കും, ഞായറാഴ്ച 1, 2, 3 പ്രാർത്ഥനയോത്തിനൊക്കെ പോകുമ്പം ഞാൻ ചോദിക്കും, ഒരുക്കത്തോടാണോ പോകുന്നത്? അന്നേരം അവൻ എന്നോട് മറുപടിയായിട്ട് പറയും, വലിയ ഒരുക്കമൊന്നും വേണ്ട, തുടങ്ങുമ്പോൾ തന്നെ അവർ ഉറങ്ങിക്കോളുമെന്ന്. ഒരു 21 വയസ്സുകാരൻ എന്നോട് പറയാണ്, അമ്മ അധികം ഒരുക്കമൊന്നും വേണ്ട, തുടങ്ങുമ്പോൾ തന്നെ വിശ്രമമാണ്. പിന്നെ പ്രസംഗം നിർത്തുമ്പോൾ ചാടി എഴുന്നേറ്റതിന് ശേഷം വലിയ വലിയ ചർച്ചകൾ നടത്തിയിട്ട് ആഹാരം കഴിച്ച് സന്തോഷത്തോടെ പിരിയുന്ന ഒരു കൂട്ടായ്മയുടെ സന്തോഷം, ആ സന്തോഷം നമ്മുടെ ഒരു കൂട്ടായ്മയാണ്, സമ്മതിക്കുന്നു. പക്ഷേ ആത്മീക വർധനവ് അതിന് ഏറ്റവും പരമപ്രധാനമാണ്. നമ്മുടെ കൂട്ടായ്മകളും നമ്മുടെ ആലോചനകളും എല്ലാം ആവശ്യമാണ് ഒരു ദേശത്തിന്. എന്നാൽ ആത്മീക വർധനവിന് എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൻ്റെ
26 മുതലുള്ള വേദഭാഗത്തിൽ നമുക്ക് ഏറ്റവും പരിചിതനായ ഒരു കഥാപാത്രമാണ് എത്യോപ്യ രാജ്ഞിയുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനായ എത്യോപ്യക്കാരനായ ഒരു ഷണ്ണൻ. യെരൂശലേം ദേവാലയത്തിൽ നമസ്കരിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നവനായ എത്യോപ്യ രാജ്ഞിയുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനായ ഒരു ഷണ്ണൻ. കർത്താവിൻ്റെ ശിഷ്യനായ ഫിലിപ്പോസ് ആത്മാവിൽ ഉണർവുണ്ടായി ഈ തേരിനോട് ചേർന്ന് നടക്കുകയാണ്. തേരിനോട് ചേർന്ന് നടക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഒരാൾ ആരാധനയ്ക്ക് ശേഷവും വീണ്ടും ഇരുന്ന് വേദപുസ്തകം. അപ്പം നമ്മുടെ ഗ്രൂപ്പിൽപ്പെടുന്ന ആള് അല്ല. ആരാധന കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിന്ന് ക്ഷീണമാണ്. നമ്മളിങ്ങനെ വാച്ചിൽ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? നമ്മളിങ്ങനെ വാച്ചിൽ നോക്കിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇദ്ദേഹം വീണ്ടും വേദപുസ്തകം വായിക്കുകയാണ്. നമ്മളെപ്പോലെ ആരാധന കഴിഞ്ഞു വീണ്ടും ആത്മീയമായിട്ട് ഒരുക്കമാണ്. പക്ഷേ ഈ വായിച്ചു കൊണ്ടിരിക്കുന്ന ഷണ്ണന്റെ അടുക്കലേക്ക് ചെന്നിട്ട് കർത്താവിൻ്റെ ശിഷ്യനായ ഫിലിപ്പോസ് ചോദിക്കുകയാണ്, ഈ വായിക്കുന്നത് വല്ലതും ഗ്രഹിക്കുന്നുവോ? ഈ വായിക്കുന്നത് വല്ലതും ഗ്രഹിക്കുന്നുവോ? ഇന്ന് നമ്മളോടും ഈ ആത്മീക സംഘടനകളുടെ കൂട്ടായ്മയായി വാർഷികമായിട്ട് ചേർന്ന് വന്നിരിക്കുന്ന നമ്മളോടും ദൈവം തമ്പുരാൻ ഓരോ ദിവസവും ചോദിക്കുന്നുണ്ട്, ഈ വായിക്കുന്നതും വായിച്ച് കേൾക്കുന്നതും. ഇന്ന് വായിച്ച പഴമ എന്തായിരുന്നെന്ന് ചോദിച്ചാൽ നമ്മളിൽ എത്ര പേർക്കറിയാം? പഴയ നിയമത്തിൽ വായിച്ചു കേട്ടത് എന്തായിരുന്നു നമ്മളിൽ എത്ര പേർ ഓർക്കുന്നുണ്ട്? വലതുഭാഗത്തും ഇടതുഭാഗത്തും വായിച്ചത് എന്താണെന്ന് നമ്മളിൽ എത്ര പേർ ഓർത്തിരിക്കുന്നുണ്ട്? ഇന്ന് കേട്ട ഏവൻഗേലിയോൻ ഭാഗം എന്താണ് വായിച്ചതെന്ന് ആരോർക്കുന്നുണ്ട്? എന്നാൽ ഇത് നമ്മളോടും പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്, ഈ വചനം, ക്രിസ്തുവാകുന്ന ദൈവത്തിൻ്റെ വചനത്തെ ബ്രേക്കിംഗ് ദ ബ്രെഡ് മാത്രമായി മാറുകയല്ല, മറിച്ച് ബ്രേക്കിംഗ് ദ വേർഡ്. ഇത് രണ്ടും ഒരു ഞായറാഴ്ച ദിവസത്തിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ഒരാഴ്ച ഓടാനുള്ള ഊർജം, എൻ്റെ കുടുംബത്തെ വളർത്താനുള്ള ഊർജം ഈ പ്രാർത്ഥനകളിൽ നിന്ന് എനിക്ക് ലഭിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, ഒന്നാമത് പറയാണ്, ആത്മീക വർധനവുള്ളവരായി തീരണം. ഈ ആത്മീക വർധനവുള്ളവരുടെ ഒന്നാമത്തെ ലക്ഷണം വിശുദ്ധ വേദപുസ്തകത്തോട് വലിയ സ്നേഹമുള്ളവരായിരിക്കും. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് സന്ധ്യയിൽ ആത്മീയ സംഘടനകളുടെ വാർഷികമാണെന്ന് നമുക്കറിയാം. ഇന്നിവിടെ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ അല്ല എന്നും നമുക്കറിയാം. നമ്മളിൽ എത്ര പേര് ഈ ആത്മീയ സംഘടനയുടെ വാർഷികത്തിന് വിശുദ്ധ വേദപുസ്തകവുമായിട്ട് വന്നിട്ടുണ്ട്? നമ്മുടെ ആധാരം എന്താണ്? വിശുദ്ധ വേദപുസ്തകമാണ്. ഈ വിശുദ്ധ വേദപുസ്തകം അനുദിനം വായിച്ച് ആത്മീക വർധനവുണ്ടാക്കാതെ, നമ്മളെല്ലാം ആത്മീയരാണ്, പക്ഷെ ആത്മീയ വർധനവ് വരുത്താറുണ്ടോ? നമ്മളുടെ മക്കളുടെ മുൻപിൽ നമ്മളൊരു കണ്ണാടിയാണ്. നമ്മൾ എന്താണ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നതെന്ന് വിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ നമ്മളായിരിക്കുമ്പോൾ 12 വയസ്സുകാരനായ യേശു എന്ന ബാലൻ ന്യായശാസ്ത്രിമാരുടെ സഭയിലിരുന്ന് ന്യായപ്രമാണത്തെക്കുറിച്ച് തർക്കിക്കുന്നതായിട്ട് പെരുന്നാളിൽ കാണാതെ പോയ യേശു തമ്പുരാനെ കണ്ടെത്തുമ്പോൾ ആ അമ്മയും അപ്പനും കാണുന്നുണ്ട്. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ എത്ര പേർക്ക് ന്യായപ്രമാണത്തെക്കുറിച്ച് തർക്കിക്കാൻ പോയിട്ട് ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള ബോധ്യം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? എവിടെ നിന്നായിരുന്നു 12 വയസ്സുകാരനായ യേശു എന്ന ബാലന് ഈ ന്യായപ്രമാണ ഗ്രന്ഥത്തെക്കുറിച്ച് അറിവുണ്ടായത്? ആ മാതാപിതാക്കളിൽ നിന്നായിരുന്നു. എന്നാൽ നമ്മളിൽ എത്ര പേർക്ക് ആത്മീക വർധനവ് വരുത്തുവാൻ ഈ തലമുറയുടെ മുൻപിൽ സാധിക്കുന്നുണ്ട്? നല്ല നിലത്ത് വീണ വിത്തായി തീരുവാൻ. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന പല വചനങ്ങളും പാറപ്പുറത്ത് വീഴുന്ന വിത്തുകളല്ലേ? പല വചനങ്ങളും മുള്ളിൻ്റെ ഇടയിൽ വീണ് എരിഞ്ഞു പോകുകയല്ലേ? ആവശ്യങ്ങൾക്ക് ഉപകരിക്കുകയും ആവശ്യത്തിന് ഉപയോഗിക്കുകയും നമ്മൾക്ക് വേണ്ടാത്തപ്പോൾ മാറ്റി നിർത്തുകയും ചെയ്യുകയാണ് നമ്മൾ പലപ്പോഴും. രണ്ടാമത് പറയുകയാണ്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. നമ്മളുടെ പ്രാർത്ഥനകളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടോ? നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ പലപ്പോഴും കട്ടിലിരുന്നു കൊണ്ട് തന്നെ കുരിശ് വരച്ച് അറിയാവുന്നത് ചൊല്ലി എഴുന്നേറ്റ് പോവുകയാണോ? നമ്മളുടെ കുടുംബ പ്രാർത്ഥനകൾ എന്തൊക്കെയോ കാണാതെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എന്തൊക്കെയോ കാണാതെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഒരു വാക്ക് പോലും ശ്രദ്ധിക്കാതെ പരിശുദ്ധാത്മാവിലാണോ എൻ്റെ കുടുംബ പ്രാർത്ഥന? എൻ്റെ പാട്ടും എൻ്റെ നമസ്കാരവും എൻ്റെ പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയിൽ മക്കളുടെ മുൻപിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട യൗസേപ്പിനെ പോലെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട മറിയാമിനെ പോലെ
എൻ്റെ കുടുംബത്തിലെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവില്ല എങ്കിൽ വെറുതെ പ്രാർത്ഥിക്കാനായിട്ട് ഇരുന്നത് കൊണ്ട് സമയം കളയാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം എന്താണെന്നറിയോ, ഒരിക്കൽ കുറച്ച് കുരങ്ങന്മാര് ഭയങ്കര തണുപ്പുള്ളൊരു സമയത്ത് വട്ടത്തിലിരുന്ന് ഇങ്ങനെ വിറയ്ക്കുക. അപ്പൊ കുരങ്ങന്മാരിൽ ഒരുത്തൻ പറഞ്ഞു, പരിഷ്കാരിയാണ് കേട്ടോ, നാട്ടിലൊക്കെ പോയിട്ടുണ്ട്. ആ കുരങ്ങൻ പറയാ, ഈ നാട്ടില് ഒരു തീയുണ്ട്, ഈ തീയ് കൂട്ടിയിട്ടിട്ട് ഇവരെല്ലാം വട്ടത്തിലിരുന്ന് തണുപ്പുള്ളപ്പോൾ തീ കായും. അപ്പോൾ ആ കേട്ടിരുന്നവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഒരു നാളെ തന്നെ നാട്ടിലേക്ക് പോ. പെട്ടെന്നൊരു കമ്മിറ്റി വിളിച്ചു, ആരൊക്കെ നാട്ടിലേക്ക് പോകണമെന്ന് തീരുമാനിച്ചു. പിറ്റേ ദിവസം നാട്ടിലേക്ക് 2 പേര് പോയിട്ട് തിരിച്ച് പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട് കാര്യം, ഇനി എന്ത് ചെയ്യണം? മറ്റുള്ളവർ ചോദിച്ചു. ഇനി കരിയില കൂട്ടിയിടണം, ഉണക്ക വിറക് വെക്കണം, അതിൻ്റെ മുകളിലേക്ക് വെക്കണം, ഊതണം, തീ കിട്ടും, നമുക്ക് തണുപ്പ് മാറുമെന്ന്. ഇത് കേട്ട് എല്ലാവരും വട്ടത്തിൽ വന്നിരുന്നു. ഈ പൊരി അങ്ങോട്ട് വെച്ചു, ഇതിന് ചുറ്റും ഇരുന്നു, എല്ലാം ഊതാൻ തുടങ്ങി. വെളുക്കോളം ഊതിയിട്ടും ഈ ഉണങ്ങിയ കരിയിലേക്ക് തീ പിടിച്ചില്ല. രാവിലെ ആയപ്പോൾ പ്രായമുള്ള ഒരു കുരങ്ങൻ അതിൽ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, മണ്ടന്മാരെ, വെളുക്കുവോളം ഊതിയത് തീപ്പൊരിയിലായിരുന്നില്ല, തീപ്പൊരി പോലെ തോന്നുന്ന ഒരു മിന്നാമിനെങ്ങനെയായിരുന്നു. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളും നമ്മൾ വെളുക്കുവോളം ഊതുന്നുണ്ട്, വെളുക്കുവോളം കരയുന്നുണ്ട്, വെളുക്കുവോളം പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവില്ലാത്ത പ്രാർത്ഥനകൾ, കണ്ണുനീരില്ലാത്ത പ്രാർത്ഥനകൾ, പലപ്പോഴും ഇന്ന് കണ്ണുനീര് നമുക്ക് വരണമെങ്കിൽ നമ്മളുടെ കണ്ണിൽ കുത്തുന്നത് പോലെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരണം. എന്നാൽ ദൈവസന്നിധിയിൽ ഇന്ന് നമ്മളെ ഏറ്റവും സന്തോഷകരമായിട്ട് ഈ ആത്മീയ ഉണർവ് നൽകിയത് ഇന്നത്തെ ഈ ഗായക സംഘത്തിൻ്റെ ഗാനങ്ങളാണ്. കാരണം എന്തായിരുന്നെന്നറിയോ, പഴയ കാലത്തിലെ എല്ലാ പാട്ടുകളും നമ്മളെ ഓർമ്മിപ്പിക്കുക ചെയ്തത് അല്ലേ. ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു അനുഭവം നമുക്ക് ഈ പാട്ടുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചു. കാരണം പഴയ അർത്ഥവത്തായ അനുഗ്രഹിക്കപ്പെട്ട ഗീതങ്ങൾ. എന്നാൽ എൻ്റെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചൊല്ലുന്നത് എന്താണെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാവാറില്ല. നമ്മൾ പള്ളിയിൽ വന്നിട്ട് എന്തെല്ലാം ഇവിടെ നമ്മൾ ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമുക്കൊന്നിൻ്റെയും അർത്ഥം കാരണം അർത്ഥത്തെ വ്യാഖ്യാനിച്ചു തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാ. നമുക്ക് മനസ്സിലാകില്ല എന്ന് പറയാൻ പാടില്ല. കാരണം എന്താണ്, സെൽഫ് എന്യൂമറേഷൻ ചെയ്യാൻ അറിയാമായിരുന്നു, നമുക്ക് സെൻസസിന്റെ കണക്ക് കൊടുക്കാൻ നമുക്കറിയാമായിരുന്നു, എന്തൊക്കെ മറച്ചു വെക്കണം എന്നറിയാമായിരുന്നു, എല്ലാം നമുക്കറിയാം. പിന്നെ എന്തുകൊണ്ട് നമ്മുടെ ആരാധനകൾ മാത്രം നമുക്ക് മക്കളിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നില്ല? മക്കളിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്ന ആത്മീയത നമ്മൾ മാതാപിതാക്കളിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് പ്രിയമുള്ളവരെ നമ്മുടെ മക്കളും ആത്മീയരായിട്ട് വളരുന്നത്. ഭൗതികമായ കാര്യങ്ങൾക്ക് നമ്മുടെ എല്ലാ ചെറുപ്പക്കാരും ഇന്ന് തയ്യാറാണ്. എന്നാൽ ആത്മീയമായ എന്തെല്ലാം കാര്യങ്ങളിൽ നമുക്കവരെ കൂട്ടിവരുത്താൻ സാധിക്കുന്നുണ്ട്. അതിന് കാരണക്കാർ ഒരിക്കലും അവരല്ല, മറിച്ച് നമ്മളാണ്. കാരണം നമ്മൾ കാണിച്ചു കൊടുക്കുന്നതാണ് എപ്പോഴും നമ്മുടെ പിൻതലമുറ അനുഗമിക്കുന്നത്. ഒന്നുമില്ലായ്മയുടെ കാലത്ത് ചാണകം മെഴുകിയ തറയിൽ ഓലമേഞ്ഞ വീട്ടില് കണ്ണുനീരോടുകൂടി ഇരുന്ന് അപ്പനും അമ്മയും പ്രഭാതത്തിലും സന്ധ്യയിലും ഒന്നിച്ച് മുട്ടുമടക്കി പ്രാർത്ഥിച്ചത് കണ്ടു വളർന്ന നമ്മൾ. എന്നാൽ നമ്മുടെ മക്കൾക്ക് ഇതിലെന്ത് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? രണ്ടാമത് ശ്ലീഹ പറയുന്നു പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച്. മൂന്നാമത് പറയുകയാണ് നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് കാത്തിരിക്കണമെന്ന്. ഈ നിത്യജീവനെ കുറിച്ചുള്ള ബോധ്യം ഓരോ രാത്രിയിൽ ഉണ്ടാകണം. മിനിഞ്ഞാന്ന് നമ്മുടെ നാട്ടില്, നമ്മുടെ അടുത്തുള്ള പ്രദേശത്തില് രാവിലെ എഴുന്നേറ്റ ആളുകൾ നോക്കുമ്പോൾ ഒരു വീട് അവിടെ കാണാനില്ല. അവിടെ ഒരമ്മയും കുഞ്ഞും ഉറങ്ങിയിരുന്നു എന്ന് തലേ ദിവസം അവരെ കണ്ടിരുന്നവർക്ക് പോലും ഓർമ്മയുണ്ട്. പക്ഷെ രാവിലെ ആയപ്പോൾ അവിടെ ഒരു വീടില്ല. നമ്മുടെ ദേശത്ത് നമ്മൾ അമ്പര ചുംബികളായി എന്തെല്ലാം സൃഷ്ടിച്ചാലും നല്ലൊരു വെള്ളം വന്നു കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ എടുത്തുകൊണ്ട് ഓടും അല്ലേ? ഓടണമെന്നുണ്ട്, എന്തൊക്കെ എടുത്തുകൊണ്ട് ഓടും. ആകയാൽ നമ്മളോട് പറയുകയാണ്, സാക്ഷികളുടെ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റിയിരിക്കുന്ന പാപവും വിട്ട് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഈ ലോകത്തിൽ സമ്പാദിച്ചതെല്ലാം ഈ വെള്ളം ഒരു ഇച്ചിലൂടെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ കൈ കിട്ടുന്നതൊക്കെ എടുത്തോണ്ട് ഓടും. പിന്നെ ഓടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കയ്യിലുള്ളത് ഇട്ടിട്ടോടും. കാരണം ഏറ്റവും വലുത് നമുക്ക് എന്താണ്? നമ്മുടെ പ്രാണനാണ് അല്ലേ? ഏറ്റവും വലുത് നമ്മുടെ പ്രാണനാ. ഇവിടെ ഇരിക്കുന്നെങ്കിലും വെള്ളം എവിടം വരെ ആയി എന്നോട് വന്നിട്ട് ഇവിടെ എല്ലാവരും ചോദിച്ചു എങ്ങനെ വന്നു.
വെള്ളം എല്ലായിടത്തും ഇല്ലായിരുന്നോ? നമ്മുടെ എല്ലാം ചിന്ത അതാണ്. ഒടുവിൽ കൊണ്ടുപോകാൻ സകല ഭാരവും ഈ മുറുകെ പറ്റുന്നതെല്ലാം കളഞ്ഞ് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതാണ് ആത്മീയ സംഘടനകളുടെ കൂട്ടായ്മ. നമ്മൾ ഒന്നിച്ചു വന്ന് ആത്മീയരായിട്ടിരിക്കുമ്പോൾ ആ വീടിൻ്റെ കുറ്റവും കുറവും അന്വേഷിക്കാനല്ല, ആ വീട്ടിലെ ബലഹീനതകൾ കണ്ടുപിടിക്കാനല്ല, അവരുടെ ആവശ്യങ്ങളെ ഇറങ്ങിച്ചെന്ന് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം, അവരെ ആശ്വസിപ്പിക്കാൻ തക്കവണ്ണം നമ്മുടെ പ്രാർത്ഥനകൾ ബ്ലെസ്സിങ്സ് ആയിട്ട് അവരുടെ വീട്ടിൽ ഇട്ടേച്ച് പോരാൻ തക്കവണ്ണം വിശ്വാസമുള്ളവരായിട്ട് വേണം ഓരോ ഭവനത്തിലേക്കും നമ്മൾ ഓരോരുത്തരും കടന്നു ചെല്ലാൻ. കാരണം നമുക്കായിട്ട് വെച്ചിരിക്കുന്നത് നിത്യജീവൻ മാത്രമാണ്. ഒടുവിലെ നാളിൽ, ഒടുവിലെ നേരത്ത്, ചിലപ്പോൾ അത് ഇന്ന് രാത്രിയാകാം, നമുക്കറിയാൻ പറ്റില്ല നമുക്കൊടുവിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണ് എന്ന്. നാലാമത് പറയാണ്, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീനെന്ന്. ഇവിടെ ശ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്, ആത്മശോധന ചെയ്യുക. ഈ ഷണ്ണൻ വേദപുസ്തകം വായിച്ചതുപോലെ പ്രാർത്ഥിച്ച അറിവില്ലാതെ ജീവിതം കളയാതെ ആത്മശോധന ചെയ്യുക. കർത്താവേ, ഈ പ്രാർത്ഥിക്കുന്നത് എനിക്ക് അറിവുണ്ടെങ്കിൽ ഞാൻ പേടിക്കുമായിരുന്നുവല്ലോ, എനിക്ക് സുബോധത്തിൻ്റെ ആത്മാവിനെ തരണമേ. വീണ്ടും പറയാണ്, ആത്മവിശ്വാസം തരാൻ നമുക്ക് പ്രാർത്ഥനയ്ക്ക് സാധിക്കണം. പലപ്പോഴും വിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന നമ്മൾ ഭയങ്കരമായ ഭയത്തിൽ കൂടി കടന്നു പോകുന്നവരാ. ചെറിയൊരു കാര്യം വരുമ്പോഴത്തേക്ക് നിരാശയുടെ പടുകുഴിയിലേക്ക് വീണു പോകുന്നവരാ. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ ഏറ്റവും പരിചിതമായ ഒരു ഭാഗമാണ് ദെബോരയുടെ ഭരണകാലം. ദെബോര ഇസ്രായേലിനെ ഭരിക്കുന്ന സമയത്ത് ബാരൂക്ക് ദെബോരയോട് ചേർന്ന് നടന്ന സൈന്യാധിപനാണ്. ആ ദേശത്തെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്നത് യാബീൻ എന്ന് പറയുന്ന ഒരു രാജാവാണ്. യാബീൻ്റെ സൈന്യാധിപനായ സീസരെ ദേശത്തെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടേയിരുന്നു. 90-ലധികം ഇരുമ്പ് രഥങ്ങളുള്ളയാൾ, പട്ടാളക്കാർ ഏറെയുള്ളയാൾ, ആ ദേശത്തെ ജനങ്ങളെ വല്ലാതെ ഉപദ്രവിച്ചിരുന്ന കാലത്ത്, ദെബോര ന്യായപാലനം ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ബാരൂക്ക് ദെബോരയോട് പറയുകയാണ്, നമുക്കവരെ തോൽപ്പിക്കണം. ദെബോര ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പറയുകയാണ്, ഒരു സ്ത്രീ ആയിരിക്കും അവൻ്റെ തലയെ തകർക്കുന്നത് എന്ന്. എന്നാൽ സീസറയോട് യുദ്ധം ചെയ്യാൻ ബാരൂക്ക് തയ്യാറാകുകയാണ്. ബാരൂക്കിനോട് യുദ്ധം ചെയ്ത് സീസറെ തോൽക്കുന്നുവെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തൻ്റെ രഥത്തിൽ നിന്നിറങ്ങി സീസറെ ഓടി രക്ഷപ്പെടുകയാണ്. ഓടിച്ചെന്നൊരു വീട്ടിൽ അഭയം പ്രാപിക്കുകയാണ്. ജായേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീട്ടിലാണ് ചെന്ന് അഭയം പ്രാപിക്കുന്നത്. ജായേൽ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ശത്രുവിന് വാതിൽ തുറന്നു കൊടുത്തു. ശത്രു അകത്തേക്ക് പ്രവേശിച്ചു. കുടിപ്പാൻ വെള്ളം ചോദിച്ചു. അവൾ തുരുത്തിയിൽ നിന്ന് പാല് തന്നെ പകർന്നു കൊടുത്തു. അവൾ സുരക്ഷിതമായി തന്നെ സൂക്ഷിക്കുമെന്ന് യായേലിന് മനസ്സിലായി. അദ്ദേഹം എന്തു ചെയ്തു? സീസറെ അതിനകത്തേക്ക് പ്രവേശിച്ചിട്ട് ജായേലിനോട് പറയുകയാണ്, ഞാൻ അല്പസമയം വിശ്രമിക്കട്ടെ, നീ വാതിൽക്കൽ തന്നെ കാവൽ നിൽക്കണമെന്ന്. ശത്രുവിൻ്റെ സൈന്യാധിപനെ ഉറങ്ങുവാൻ കാവൽ നിൽക്കുന്ന ജായേൽ, ഉറങ്ങിയെന്ന് മനസ്സിലാക്കിയ ജായേൽ തൻ്റെ കൂടാരത്തിൻ്റെ കുറ്റി ഊരിയെടുത്തിട്ട് ഒരു ചുറ്റികയുമായി കടന്നു ചെന്ന് ഉറക്കത്തിലായിരിക്കുന്ന മല്ലനായ 1000 പുരുഷന്മാർക്ക് പോലും തോൽപ്പിക്കാൻ സാധിക്കാത്ത സീസരയുടെ ഉച്ചിയിൽ ഈ കൂടാരത്തിൻ്റെ കുറ്റി അടിച്ച്, ചുറ്റിക കൊണ്ട് അടിച്ച് മല്ലനായ സീസരയെ കൊല്ലുകയാണ്. പ്രിയമുള്ള മാതാപിതാക്കളെ, എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അറിവോടും അറിവ് കൂടാതെയും ശത്രു നമ്മളുടെ ഭവനത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. സമാധാനക്കേടായിട്ടും രോഗങ്ങളായിട്ടും പ്രശ്നങ്ങളായിട്ടും ടെൻഷനുകളായിട്ടും ഒക്കെ പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇതിൽ നിന്ന് എനിക്ക് പുറത്തു കടക്കാൻ സാധിക്കില്ല എന്ന്. എന്നാൽ എൻ്റെ ദൈവത്താൽ സകലം സാധ്യമാകുമെന്നാണ് ജായേൽ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. ശത്രു എൻ്റെ ഭവനത്തിനകത്ത് കയറിയാലും തകർത്ത് കളയാൻ തക്കവണ്ണമുള്ള ആത്മവിശ്വാസമാണ് ഈ ആത്മീയ യോഗങ്ങൾ നമുക്ക് തരേണ്ടത്. എന്നാൽ നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത് യോനയെ പോലെ നമ്മൾ ഇരിക്കും. ഇപ്പം എന്തെല്ലാം സംഭവിച്ചാലും യോനെ ഒടുവിൽ ഓടിച്ചെന്നിരുന്നത് ആവണക്കിൻ്റെ ചുവട്ടിലാണ്. ചില്ലേ, നമുക്ക് ഈ ലോകം നൽകുന്ന എല്ലാ സമ്പത്തിനും ഒരാവണക്കിൻ്റെ ആയുസേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ സമ്പാദിച്ച ഈ വീടും, നമ്മൾ സമ്പാദിച്ച ഈ മക്കളും, നമ്മൾ സമ്പാദിച്ച ഡിഗ്രിയും എല്ലാം ഒരാവണക്കിൻ്റെ യോഗ്യത മാത്രമേ ഉള്ളൂ. ഈ ആവണക്കിൻ്റെ ചുവട്ടിൽ ദൈവം സുരക്ഷിതമായിട്ട് യോനയെ ഇരുത്തിയ സമയത്ത് ഈ ആവണക്കിന്മേൽ പുഴു കയറിയത് യോനെ അറിഞ്ഞില്ല. ഈ ആവണക്കിൽ പുഴു കുത്തിയത് യോനെ അറിഞ്ഞില്ല.
ഇല വാടിത്തുടങ്ങിയത് യോന അറിഞ്ഞില്ല. തണ്ട് കരിഞ്ഞ് തലയിൽ വെയിലടിച്ചത് മാത്രമാണ് യോന അറിഞ്ഞത്. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ, എൻ്റെ നിങ്ങളുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ നിങ്ങളുടെയൊക്കെ മക്കളുടെ ജീവിതത്തിൽ, എൻ്റെ നിങ്ങളുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും ഈ പുഴു കടന്നു വരുന്നത് അറിയണമെങ്കിൽ പ്രാർത്ഥനയിൽ ഉണർവുള്ളവരായിരിക്കണം, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഏതു പ്രതിസന്ധി വന്നാലും പിടിച്ചു നിൽക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സർവായുധ വർഗം ഈ ആത്മീയ സംഘടനകളിൽ നിന്ന് ആർജിച്ചെടുക്കണം. ആകയാൽ പ്രിയമുള്ളവരെ, ആത്മീക വർധനവ് വരുത്തുവാൻ നമുക്ക് സാധിക്കണം. ഒരിക്കൽ ഒരു മനുഷ്യൻ കപ്പൽ യാത്രയിലാണ്. കപ്പൽ പെട്ടെന്ന് റെക്കാവുകയാണ്, കപ്പൽ നശിച്ചു പോകുകയാണ്. കാറ്റിലും കോളിലും കപ്പൽ നശിച്ചു പോകുകയാണ്. ഇയാൾ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ഇയാൾ ഏതോ ഐലൻഡിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഒറ്റപ്പെട്ട് അയാൾ ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ പെട്ടെന്ന് ഓർക്കുകയാണ്, താൻ സഞ്ചരിച്ച കപ്പല് ഛേദിക്കപ്പെട്ടു. കപ്പൽ എവിടെയെന്നറിഞ്ഞുകൂടാ, തൻ്റെ കൂടെയുള്ള സഞ്ചാരികൾ എവിടെയെന്നറിഞ്ഞുകൂടാ. ഒറ്റയ്ക്ക് ആ ഐലൻഡിൽപ്പെട്ട അദ്ദേഹം വാവിട്ട് കരയാണ്, സഹായത്തിനായിട്ട് വിളിക്കുകയാണ്. ആരും അയാളെ അന്വേഷിച്ച് വരുന്നില്ല. അയാൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഇരുന്നാൽ പറ്റില്ല, വിശക്കുന്നു. അയാൾ ആ ഐലൻഡിൽ കൂടെയൊക്കെ നടക്കുകയാണ്. ആ ഐലൻഡിൽ കൂടെ നടന്ന് കുറെ കായ് കനികളൊക്കെ ഇങ്ങനെ പറിച്ച് ഭക്ഷിച്ചു. സന്ധ്യയായപ്പോൾ ഭയങ്കര തണുപ്പ്. അയാള് തടിക്കഷ്ണങ്ങളൊക്കെ കൂട്ടിയിട്ട് തീ ഉരച്ചുണ്ടാക്കി തീ കത്തിച്ചു, തീ കാഞ്ഞു. പിന്നെ അടുത്ത ദിവസമായപ്പോൾ അയാളുടെ ഇൻസ്റ്റിങ്ക്റ്റ് അയാൾക്കുണ്ടായി, കാട്ടുമൃഗങ്ങൾ ഉപദ്രവിക്കാതിരിക്കാൻ ചെറിയൊരു ഏറുമാടം ഉണ്ടാക്കണമെന്ന്. ചെറിയൊരു ഏറുമാടം കഷ്ടപ്പെട്ട് അയാൾ ഉണ്ടാക്കുകയാണ്. ഈ ഏറുമാടത്തിൽ അല്പം തീ കായാൻ അയാൾ തീ കൂട്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവമേ എന്നെ സഹായിക്കണമേ, ദൈവമേ എന്നെ രക്ഷിക്കണമേ, ഇന്നലെ ഞാൻ പറഞ്ഞു പോയതിന് എന്നോട് ക്ഷമിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചിരിക്കുക. അയാൾ അറിയാതെ നമ്മളെപ്പോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ചാരിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ചാരിയിരുന്ന് സ്വർഗസ്ഥനായ പിതാവേ വരെയാണ് നമ്മുടെ മാക്സിമം സമയം. അപ്പം വിശ്വാസ പ്രമാണമൊക്കെ സർവശക്തിയൊക്കെ ആവുമ്പോഴത്തേക്ക് നമ്മൾ ഗാഢനിദ്രയിലേക്ക് പലപ്പോഴും പ്രവേശിക്കാറുണ്ട്. അപ്പം ഇയാളും ഇതുപോലെ ഉറങ്ങിപ്പോവാണ്. പെട്ടെന്ന് വലിയൊരു വെളിച്ചം കണ്ട് ഇയാൾ ഞെട്ടി ഉണരുക. അയാൾ മനസ്സിലാക്കുകയാണ്, ഈ തീപ്പൊരി തെറിച്ച് തൻ്റെ ഏറുമാടം കത്തി. അയാൾക്ക് ഭയങ്കരമായ ദേഷ്യമുണ്ടായി. അയാൾ രണ്ട് കൈയും തലയിലടിച്ച് ദൈവത്തോട് പരിഭവിച്ച് പരാതി പറഞ്ഞ് കരയുക. അയാൾ ആ മരത്തിൽ നിന്ന് ചാടി ഇറങ്ങി തന്നെ താൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രഭാതം ഇങ്ങനെ പൊട്ടിവിടർന്നപ്പോൾ ദൂരെ നിന്നൊരു കപ്പൽ വരികയാണ്. ഈ കപ്പലിൽ നിന്ന് കപ്പിത്താൻ ഇവിടേക്ക് ഇറങ്ങിയിട്ട് ചോദിച്ചു, മനുഷ്യവാസം ഇവിടെ ഉണ്ടോ എന്ന്. ഇയാൾ ഓടിച്ചെന്ന് അയാളോട് പറയാണ്, ഞാൻ ഇവിടെ ഉണ്ട്, എന്നെ രക്ഷിക്കണമെന്ന്. ഇയാളായ കപ്പിത്താനോട് ചോദിക്കുക, എങ്ങനെ ഇവിടെ മനുഷ്യവാസം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി? ആ കപ്പിത്താൻ മറുപടിയായിട്ട് പറയുകയാണ്, ഇന്നലെ രാത്രിയിൽ ഈ ഐലൻഡിൽ നിന്ന് കപ്പൽ ഇങ്ങനെ നങ്കൂരമിട്ടിരുന്ന സമയത്ത് ഈ ഐലൻഡിൽ നിന്ന് വെളിച്ചവും പുകയും ഞങ്ങൾ കണ്ടു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഐലൻഡിൽ ആളുണ്ടോ എന്ന് അന്വേഷിച്ച് വന്നതെന്ന്. പ്രിയമുള്ളവരെ, ആ തലേ ദിവസം ആ ഒരു തീപിടുത്തം ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ അയാളുടെ ജീവിതം ആ ഐലൻഡിൽ കുടുങ്ങിപ്പോകുമായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറുതും വലുതുമായ വിശ്വാസ ശോധനകളുണ്ടാവും. ജായേലിനെ പോലെ ധൈര്യത്തോടുകൂടി എൻ്റെ ജീവിതത്തിൽ ഞൊടി നേരത്തേക്ക് വരുന്ന കഷ്ടങ്ങളൊന്നും എന്നെ തകർക്കാനല്ല എന്ന് മനസ്സിലാക്കാൻ ഈ ആത്മീയ യോഗങ്ങൾ നമുക്ക് ധൈര്യം തരണം. ധൈര്യം തരണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വേണം. ആകയാൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ഓരോ ദിവസവും നമ്മൾ തന്നെ ആത്മശോധന ചെയ്യണം. കർത്താവേ, ഇന്നലെയേക്കാൾ ഇന്നൊരു പടിയെങ്കിലും ഞാൻ നിന്നോട് അടുത്ത് വന്നിട്ടുണ്ടോ? പരിശുദ്ധ അമ്മയിൽ ദൈവത്തിൽ വിശ്വസിച്ചു എന്നല്ല, പരിശുദ്ധ അമ്മയെ ദൈവമറിഞ്ഞു എന്നാണ്. നമ്മളെല്ലാം പലപ്പോഴും പറയാറുണ്ട്, അച്ഛാ ഞങ്ങളെപ്പോലെ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവര്. ദൈവത്തെ അറിഞ്ഞോ എന്നുള്ളതല്ല, ദൈവമറിയുന്നു എന്നുള്ള ബോധ്യം. ദൈവമറിയുന്നു എന്നുള്ള ബോധ്യം. പരിശുദ്ധ അമ്മയെ അറിഞ്ഞ ദൈവം എന്നെയും നിങ്ങളെ അറിയുന്നുണ്ട്. ശോധന ചെയ്യുമ്പോഴും കൂടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം, ആത്മീക വർധനവ് വരുത്തുവാൻ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, നിത്യജീവന് വേണ്ടി ഒരുക്കമുള്ളവരായി തീരുവാൻ, ദൈവസ്നേഹത്തിൽ പരസ്പരം ക്ഷമിക്കാനും സ്നേഹിക്കാനും പരസ്പരം അംഗീകരിക്കാനും ഒരു ദേവാലയത്തിലുള്ളവർക്ക് പരസ്പരം സാധിക്കുമ്പോഴാണ് ഈ ആത്മീയ സംഘടനകളിൽ നിന്നൊക്കെ പ്രയോജനം ഉണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, ലൈവ് ഉള്ളതുകൊണ്ട് എനിക്ക് പരിമിതിയുണ്ട്.
എങ്കിലും പറയാ, ഏറ്റവും മല്ലന്മാരെയും മിടുക്കന്മാരെയും അല്ലേ എന്തിനു വേണ്ടി വലിയ യുദ്ധത്തിൻ്റെ പോർക്കളത്തിനായിട്ട് ഒരുക്കി വിടുന്ന സ്ഥലമാണോ യഥാർത്ഥത്തിൽ ആത്മീയ ഓരോ ഏരിയയിലെയും പ്രാർത്ഥന യോഗം? നമ്മൾ ആദ്യം ചോദിക്കുന്നത് ഇപ്രാവശ്യം പ്രാർത്ഥന യോഗത്തിൽ നിന്ന് വന്നത് ആരാണ് അല്ലേ? ആർക്കാണ് പ്രാർത്ഥന യോഗത്തിൽ നിന്ന് വരാൻ? അതിനേക്കാൾ ഉപരിയായി ആത്മീയതയെ വർദ്ധിപ്പിക്കുവാൻ, ആത്മീയരെ വളർത്തിയെടുക്കുവാൻ, പരിശുദ്ധാത്മാവുള്ളവരായി തീരുവാൻ. ഇപ്പം ഇവിടെ ആത്മീയ സംഘടനയുടെ സെക്രട്ടറിയെ കുറിച്ച് അച്ഛൻ സാക്ഷിച്ചത് എനിക്ക് വളരെ സന്തോഷം തോന്നി. നഥാനിയേലിനെ കുറിച്ച് പറഞ്ഞതുപോലെ, ഓ അവൻ സാക്ഷാൽ ഇസ്രായേലിയൻ, അവനിൽ കപടമില്ല എന്നൊക്കെ നമ്മളെയും നോക്കി പറയാൻ, കർത്താവെ ആത്മീയനായി തീരാൻ 4 സാക്ഷ്യപെട്ടകങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മളോട് കർത്താവ് പറയുന്നത് സാക്ഷ്യമുള്ളവരായി തീരാനാണ്. രക്തസാക്ഷികളെയല്ല ഇന്ന് സഭയ്ക്ക് ആവശ്യം, സാക്ഷ്യമുള്ള ജീവിതമുള്ളവരെയാണ്. ആകയാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സാക്ഷ്യമുള്ളവരായി തീരുവാൻ, സാക്ഷ്യപെട്ടകമായ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായി തീരട്ടെ എന്നും ആയതിലൂടെ സാക്ഷ്യമുള്ളവരായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.